മാസമാണല്ലോ മുഹറം മാസം. ആ ഒരു മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. അതിൽ തന്നെ ഏറെ സുപ്രധാനമായ ദിവസമാണ് മുഹറം 10. ഇന്നേ ദിവസത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ ഒരു ദിവസത്തിന് ഇസ്ലാമിക ചരിത്രത്തിൽ സുപ്രധാനമായ ചില സ്ഥാനങ്ങളുണ്ട്. ഒന്ന്, സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും ഒരു പ്രവാചകന്റെ ചരിത്രം പഠിപ്പിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണെങ്കിൽ, മറ്റൊന്ന് ദുഃഖത്തിന്റെയും പരാജയത്തിന്റെയും ഒക്കെ സംഭവങ്ങൾ അറിയിക്കുന്ന കർബലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ രണ്ട് സംഭവങ്ങൾ മുഹറം 10മായി നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ കഴിയും. ഈ രണ്ട് സംഭവങ്ങളും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചില തിരിച്ചറിവുകൾ നൽകുന്നതാണ്. എന്നാൽ എന്താണ് പ്രിയപ്പെട്ടവരെ ഈ രണ്ട് ചരിത്രങ്ങൾ എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയണമെന്നും വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ഓർമ്മപ്പെടുത്തുവാനാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം മഹാനായ മൂസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമാണ്. ഏറ്റവും കൂടുതൽ ചരിത്രം പരാമർശിക്കപ്പെട്ടതും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെതാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മളിങ്ങനെ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഫിർഔനിന്റെ ചരിത്രം വരെയുള്ള ഭാഗങ്ങൾ തന്നെ 6ഓളം ഘട്ടങ്ങളായിട്ട് നമുക്കാണ് മനസ്സിലാക്കുക. അതിൽ ഒന്നാമത്തെ ഘട്ടം മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുന്നതിന് മുമ്പുള്ള ഈജിപ്തിന്റെ അവസ്ഥയാണ്. ചരിത്രം കുറച്ചുകൂടി പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ യൂസുഫ് നബി അലൈഹിസ്സലാമാണ് ആദ്യമായി കൊണ്ട് ഈജിപ്തിലേക്ക് വരുന്നത്. ആ നാട്ടിലെ ധനമന്ത്രിയായി പിന്നീട് തന്റെ വാപ്പയായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെയും തന്റെ സഹോദരങ്ങളെയും എല്ലാം ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചിരുന്ന ബനു ഇസ്രായേലരായ മുഴുവൻ ആളുകളും അങ്ങോട്ടെത്തി. അങ്ങനെ അവർ ഈജിപ്തിൽ സ്വൈര വ്യവഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബനു ഇസ്രായേലരായ ആളുകൾ അങ്ങോട്ട് കയറി വന്നവരാണെന്ന ബോധ്യം ഈജിപ്തിലെ യഥാർത്ഥ അവിടെയുള്ള അസ്ലിയായിക്കൊണ്ട് അടിസ്ഥാനപരമായി അവിടുത്തെ ആളുകൾ എന്ന് അവകാശപ്പെട്ടിരുന്ന ഖിബ്തികൾക്കുണ്ടായിരുന്നു. അവർ സമൂഹത്തിലെ ഉന്നതമായ പല സ്ഥാനങ്ങളിലും ഇരിക്കുന്നു എന്ന് മാത്രമല്ല, ബനു ഇസ്രായേലരായ ആളുകൾ മുഖേന തങ്ങൾക്ക് ലഭിക്കേണ്ട പലതും ലഭിക്കുന്നില്ല എന്ന ഒരു ചിന്തയും അവർക്കുണ്ടായിരുന്നു. കാര്യങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെയും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും ഒക്കെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ബനു ഇസ്രായേലരായ ആളുകൾക്ക് ദീനിൽ നിന്നും അകന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അവർ ദീനിന്റെ കാര്യങ്ങളിൽ നിന്നും വിട്ടുപോകുകയും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ചില ക്രൂര ഭരണാധികാരികളെ കൊണ്ട് ചില പരീക്ഷണങ്ങൾ കൊടുത്തു. അതിൽ ഒരാളായിരുന്നു ഫിർഔൻ. ഫിർഔൻ എന്നുള്ളത് ഒരു വ്യക്തിയുടെ പേരാണ്, പക്ഷേ അതൊരു സ്ഥാനപ്പേര് കൂടിയാണ്. ഫറോവമാർ എന്നുള്ളത് പൊതുവെ ഈജിപ്തിലെ ഭരണാധികാരികൾക്ക് പറയുന്ന, അവിടുത്തെ നേതാക്കന്മാർക്ക്, രാജാക്കന്മാർക്ക് പറയുന്ന പേരാണ്. ഏതായിരുന്നാലും മൂസാ നബി അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ്, മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുന്നതിന് മുമ്പ് ഈജിപ്തിന്റെ ഒരു അവസ്ഥയാണ് സൂചിപ്പിച്ചത്. അവിടെ എല്ലാ അർത്ഥത്തിലും ബനു ഇസ്രായേലരായ ആളുകൾ അടിച്ചമർത്തപ്പെട്ടവരും അടിമവേലകൾ കൽപ്പിക്കപ്പെട്ടവരുമായിരുന്നു. അവരെ അവരുടെ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന നിലക്ക് അള്ളാഹു തെരഞ്ഞെടുത്ത ആളായിരുന്നു മൂസാ നബി അലൈഹിസ്സലാം. ഇനി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജനനവും വളർച്ചയുമാണ്. ഇതിലെല്ലാം ഒട്ടേറെ അത്ഭുതങ്ങളുണ്ട്. കാരണം ഫറോവയെ സംബന്ധിച്ചിടത്തോളം ഫറോവ ഒരു സ്വപ്നം കാണുകയാണ്, ബനു ഇസ്രായേൽപ്പെട്ട ഒരു കുട്ടി കാരണത്താൽ തന്റെ അധികാരം നഷ്ടപ്പെടുമെന്നുള്ളത്. അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരുടെ ചില വാക്കുകളിലൂടെ അയാളത് വിശ്വസിച്ചു. തുടക്കത്തിൽ ബനു ഇസ്രായേൽപ്പെട്ട മുഴുവൻ ആൺകുട്ടികളെയും കൊല്ലാനാണ് തീരുമാനിച്ചത്. ഏതാനും കാലം അങ്ങനെ മുന്നോട്ട് പോയപ്പോ അവർക്ക് മനസ്സിലായി, മുഴുവൻ ആൺകുട്ടികളും കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തങ്ങൾക്ക് അടിമവേല ചെയ്യാൻ ആളുണ്ടാകൂല.
അതുകൊണ്ട് അവർ തീരുമാനിച്ചു ഒന്നിടപെട്ട വർഷങ്ങളിലുള്ള കുട്ടികളെ കൊലപ്പെടുത്താം. ഒരു വർഷം കുട്ടിക്ക് ജീവിക്കാൻ അനുവാദം കൊടുക്കുക, അടുത്ത വർഷം ജനിക്കുന്ന കുട്ടിയെ കൊലപ്പെടുത്തുക, പിറ്റത്തെ വർഷം വീണ്ടും ജീവിക്കാൻ അനുവാദം കൊടുക്കുക. ആ കാലഘട്ടം ആ രൂപത്തിൽ ഒന്നിടപെട്ട വർഷങ്ങളിൽ ജീവിക്കാനുള്ള അനുവാദം കൊടുത്തു. അതിൽ ജീവിക്കാൻ അനുവാദം കൊടുത്ത വർഷത്തിലാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരനായ ഹാറൂൻ നബി അലൈഹി ഇസ്ലാം ജനിച്ചത്. എന്നാൽ കൊല്ലണമെന്ന് തീരുമാനിച്ച വർഷത്തിലാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനം. രണ്ടും റബ്ബിന്റെ തീരുമാനമാണ്. അള്ളാഹു വലിയ അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചു. ആ നാട്ടിലുള്ള ഒരാൾക്ക് പോലും അറിയാത്ത രൂപത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ ഗർഭിണിയായി, അവൾ പ്രസവിച്ചു. ആർക്കും അറിയാത്തൊരവസ്ഥ. എങ്കിലും ആ ഉമ്മക്ക് ബേജാറുണ്ടായിരുന്നു. തന്റെ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു സമയത്ത് ആ കുട്ടിയുടെ ശബ്ദം പുറത്തേക്ക് വന്നാൽ രാജകിങ്കരന്മാർ ചുറ്റുഭാഗത്തുമുണ്ട്, അവർ തന്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തുമെന്ന പേടിയുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല സമാധാനിപ്പിച്ചു, നിങ്ങളൊരു പേടിയും പേടിക്കണ്ട. ഒരു ചെറിയ പെട്ടിയിൽ ആ കുട്ടിയെ അതിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് നൈൽ നദിയിലൂടെ വിടാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു പറഞ്ഞ ഒരു വാചകം കൂടി, ഒരു വാഗ്ദാനം കൂടി ഉണ്ടായിരുന്നു. തീർച്ചയായും നിങ്ങളെ തിരിച്ചേൽപ്പിക്കുന്നതാണ്. ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ ഉമ്മയുടെ കൈകളിലേക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹി സ്വലാം എന്ന് പറയുന്ന കുട്ടിയെ ഏൽപ്പിച്ചു. ആ കുട്ടി വളരുന്നത്, മൂസാ നബി അലൈഹി സ്വലാം വളരുന്നതാകട്ടെ ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ്. ഏതൊരു കുട്ടിയെ കൊലപ്പെടുത്തണമെന്നാണോ ഫിർഔൻ വിചാരിച്ചിരുന്നത്, അതിന് ഏതൊരു കുട്ടിയെ കൊല ചെയ്യണമെന്നാണോ തീരുമാനിച്ചുകൊണ്ട് ആജ്ഞകൾ പുറപ്പെടുവിച്ചത്, അതേ കുട്ടിയെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളുമായി കൊണ്ട് അള്ളാഹു വളർത്തി. ആ കുട്ടിക്ക് പാല് കൊടുക്കുക എന്ന ഉത്തരവാദിത്തം അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ഫിർഔനിന്റെ കൊട്ടാരത്തിൽ തന്നെ വളർന്നു. ഏതാനും കാലങ്ങൾ കഴിഞ്ഞു. അള്ളാഹു അടുത്ത ഒരു പരീക്ഷണം മൂസാ നബിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം ഒരിക്കൽ അങ്ങാടിയിലൂടെ നടക്കാൻ, ഒരു യുവാവായ സമയമായിട്ടുണ്ട്. അങ്ങാടിയിലൂടെ പോകുന്ന സമയത്താണ് ബനു ഇസ്രായേൽപ്പെട്ട ഒരാളെ ഖിബ്തി വംശജനായ ഒരാൾ ഉപദ്രവിക്കുന്നതായിട്ട് കണ്ടു. തന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ മറ്റു ഇതര വിഭാഗത്തിൽപ്പെട്ട ആൾ ഉപദ്രവിക്കുന്നു എന്ന ആ ഒരു ചിന്തയിൽ മൂസാ നബി അലൈഹി സ്വലാം അതിൽ ഇടപെട്ടു. ഈ ഖിബ്തിയായ മനുഷ്യരുമായിട്ടുള്ള സംസാരത്തിൽ മൂസാ നബി അലൈഹി സ്വലാം പെട്ടെന്ന് ഒരു അടി അടിച്ചു പോയി. ആ അടിയിൽ ഈ ഖിബ്തി വംശജനായ ആ നാട്ടുകാരനായ ആള് കൊല ചെയ്യപ്പെട്ടു. അയാൾ മരിച്ചു. പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല ഈ വിഷയം. പിറ്റേ ദിവസം വീണ്ടും ഈ വിഷയങ്ങൾ പുറത്തേക്ക് വന്നു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികളും എല്ലാവരും അറിഞ്ഞു. എത്രത്തോളം എന്നാൽ മൂസാ നബി അലൈഹി സ്വലാമിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ കൊല ചെയ്യണമെന്ന ഒരു തീരുമാനം വരെ വന്നു. അവിടെ നിന്നാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിലെ അടുത്ത ഘട്ടം വരുന്നത്. മൂസാ നബി അലൈഹി സ്വലാം ഈജിപ്തിൽ നിന്ന് മദിയനിലേക്ക് പുറപ്പെട്ടു. ഏകദേശം 800 കിലോമീറ്റർ അകലെ മദീനയിലേക്ക് എത്തി. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ ഒരു സൗകര്യം മൂസാ നബി അലൈഹി സ്വലാമിന് ഏർപ്പെടുത്തി കൊടുത്തു. ഒരു പിതാവിനും മക്കൾക്കും തണലായി അവരുടെ ആട്ടിൻപറ്റങ്ങളെ നോക്കാനായി കൊണ്ടൊക്കെ മൂസാ നബി അലൈഹി സ്വലാം നിന്നു. നീണ്ട 10 വർഷക്കാലം അവിടെ നിന്നു. വിവാഹം കഴിച്ചു, മക്കളായി. പിന്നീട് മൂസാ നബി അലൈഹി സ്വലാം തിരിച്ച് തന്റെ നാട്ടിലേക്ക് തന്നെ വരികയാണ്. ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്ന സമയത്താണ് രാത്രി സമയം. നല്ല തണുപ്പുണ്ടായിരുന്നു. വഴി കൃത്യമായി കാണാൻ കഴിയാത്തൊരവസ്ഥ. അവർക്ക് വഴി തെറ്റിപ്പോയി. ആ സമയത്താണ് ഒരു മലയുടെ മുകളിലായിക്കൊണ്ട് തീ കത്തിച്ചു വെച്ചത് കണ്ടത്. മൂസാ നബി അലൈഹി സ്വലാം തന്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞു, ഞാൻ അവിടെ പോയിട്ട് കുറച്ച് തീയുമായിട്ട് വരാം. ആ ഒരു യാത്രയിലാണ് മൂസാ നബി അലൈഹി സ്വലാമക്ക് പ്രവാചകത്വം കിട്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹി സ്വലാമിനെ പ്രവാചകനായി തിരഞ്ഞെടുത്തു. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാമിനോട് കൽപ്പിച്ചു, നിങ്ങൾ ഇന്ന നാട്ടിലേക്ക് പോകണം, ഈജിപ്തിലേക്ക് പോകണം, ഫിർഔനിന്റെ അടുക്കലേക്ക് ചെല്ലണം, എന്നിട്ട് ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. മൂസാ നബി അലൈഹി സ്വലാമിന് സംസാരത്തിൽ കുറച്ചൊരു വിക്കുള്ള ആളായിരുന്നു. അതുകൊണ്ട് സംസാരിക്കാൻ എന്റെ സഹോദരനായ ഹാറൂനെ കൂടി പ്രവാചകനായിട്ട് തിരഞ്ഞെടുക്കണം. ഹാറൂൻ നബി അലൈഹി സ്വലാമും പ്രവാചകനായി. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമും ഹാറൂൻ നബി അലൈഹി സ്വലാമും കൂടി ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നു.
ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അവിടെ വെച്ചുകൊണ്ട് വലിയ സംസാരങ്ങൾ നടക്കുന്നുണ്ട്, വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ മൂസാ നബി അലൈഹിസ്സലാമിനോട് എതിർത്ത് നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ്, എന്നാൽ മൂസാ നബി അലൈഹിസ്സലാമയോടുള്ള ആ എതിർപ്പ് പ്രകടിപ്പിക്കാൻ വലിയ ഒരു മാജിക് സംഘത്തെയാണ് ഫറോവ ഏൽപ്പിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിലുള്ള വടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അത്ഭുതങ്ങൾ കാണിച്ച് ആ ഒരു മാജിക് സംഘത്തെ ഏകദേശം 80,000-ഓളം വരുന്ന ആളുകളുണ്ട് എന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുക, അല്ലെങ്കിൽ 12,000-ഓളം, 2 റിപ്പോർട്ടുകൾ കാണാൻ കഴിയും. അത്രത്തോളം വരുന്ന ആളുകൾ വലിയ ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടി അവരെല്ലാവരും അവരുടെ കൈകളിലുള്ളതെല്ലാം വെച്ചു. മൂസാ നബി അലൈഹി സ്വലാമക്ക് തോന്നി അതിൽ പാമ്പും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ എഴയുന്നതായിട്ട് തോന്നില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൂസ ഒരു പേടിയും വേണ്ട, അല്ലാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കയ്യിലുള്ള വടിയിട്ടതും അത് വലിയ ഒരു പാമ്പായി അവിടെ ഉണ്ടായിരുന്ന ഏതെല്ലാം മാജിക്കുകാരുണ്ടായിരുന്നോ, സാഹിറന്മാരുണ്ടായിരുന്നോ, അവരുടെ കൈകളിലുള്ള മുഴുവൻ വടികളും മറ്റുമൊക്കെ ഈ ഒരു സർപ്പം കടിക്കുന്നൊരവസ്ഥയുണ്ടായി. അവർക്ക് ബോധ്യപ്പെട്ടു മൂസാ നബി അലൈഹി സ്വലാം ഒരിക്കലും ഒരു മാജിക്കുകാരനല്ല എന്ന്. അവരെല്ലാവരും വിശ്വസിച്ചു. അവിടെ വെച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാമിനെ ഇനിയും വളർത്തിക്കഴിഞ്ഞാൽ പ്രയാസമാകും എന്നുള്ളത് ഫറോവക്ക് ബോധ്യപ്പെടുകയാണ്. ഫറോവ അവിടെ വെച്ചുകൊണ്ട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്, കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണിപ്പെടുത്തലുകളുണ്ട്. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാമും ആളുകളും യാതൊരു ഭയവുമില്ലാതെ തന്നെ ആ നാട്ടിൽ ജീവിക്കാൻ തീരുമാനിച്ചു. അള്ളാഹുവിന്റെ പല പരീക്ഷണങ്ങളും ആ നാട്ടിൽ ഇറങ്ങി. വരൾച്ച ഉണ്ടായി, പേനുമായി തവളയുമായി രക്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങൾ വരുമ്പോഴൊക്കെ ഫിറഔനും കൂട്ടരും വരും മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കലേക്ക്. മൂസ ഒന്ന് പ്രാർത്ഥിക്കുന്നു പറയുന്നു. മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കും, ആ പ്രയാസം മാറും, വീണ്ടും അവർ പഴയ പോലെ തന്നെയാകും. അവസാനം അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ് മൂസാ നബി അലൈഹി സ്വലാമിനോട് ബനൂ ഇസ്രായേലരായ ആളുകളെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോകണം. കാരണം ഫലസ്തീൻ വാഗ്ദത്ത ഭൂമിയാണ്, അങ്ങോട്ട് തിരിച്ചു പോകണം. അവർ പോകണമെന്ന് തീരുമാനിച്ചു. പക്ഷെ അപ്പോഴാണ് ശത്രുക്കൾ അങ്ങോട്ട് വരുന്നത്. മൂസാ നബി അലൈഹി സ്വലാമും ബനൂ ഇസ്രായേലരെയും പുറപ്പെട്ടു. അവർ ചെങ്കടലിന്റെ ഭാഗത്തേക്ക് എത്തിയ സമയത്ത് അവരുടെ പിന്നിലായിക്കൊണ്ട് വലിയ ഒരു സൈന്യവുമായി ഫിറഔനും കൂട്ടരും എത്തി എന്നുള്ളതാണ്. മുന്നിൽ ആർത്തിരമ്പുന്ന കടൽ, പിന്നിലാകട്ടെ തലച്ചു വരുന്ന ഫിറഔനും കൂട്ടരും. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൂട്ടത്തിലുള്ള ആളുകൾ പോലും പറഞ്ഞു, ഫലമ്മാ ചറാ അൽ ജംആൻ ഖാലു ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. ആ ഒരു സമയത്ത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പോലും പറഞ്ഞു, നമ്മൾ പെട്ടുപോയി. ഒന്നുകിൽ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ നമ്മൾ വെള്ളം കുടിച്ചു മരിക്കും, അതല്ല നമ്മൾ ഇവിടെ നിൽക്കുകയാണെങ്കിലോ ഫിറഔനും കൂട്ടരും വന്ന് നമ്മളെ ഇല്ലായ്മ ചെയ്യും. ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു ഫറോവയുടെ കൂട്ടത്തിൽ. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം പറയുന്ന ഒരു വാചകമുണ്ട്, കല്ലാ ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. തീർച്ചയായും എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബ് ഒരു വഴി കാണിച്ചു തരുന്നതാണ്. ഈ ഒരു വാക്ക് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി കാണിച്ചു കൊടുത്തു. മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു ആ ഒരു വെള്ളത്തിലേക്ക് തന്റെ കയ്യിലുള്ള വടി കൊണ്ടടിക്കാൻ. മൂസാ നബി അലൈഹി സ്വലാം അടിച്ചതും ആ വെള്ളം 2 ഭാഗമായിക്കൊണ്ട് 2 പർവ്വതങ്ങൾ പോലെ മാറി നിന്നു. ഒരു ചെളി പോലും ഇല്ലാത്ത നടക്കാൻ പറ്റുന്ന ഒരു വഴിത്താരയായി മൂസാ നബി അലൈഹി സ്വലാമിന്റെ മുന്നിലുള്ള ആ വഴി മാറി. മൂസാ നബി അലൈഹി സ്വലാം ആളുകളും അങ്ങനെ മുന്നോട്ട് പോയി. അവർ മുന്നോട്ട് പോകുന്നത് ഫിറഔനും കൂട്ടരും കാണുകയാണ്. അവർക്ക് മനസ്സിലായി ഈ വഴിയിലൂടെ ഞങ്ങൾക്ക് രക്ഷപ്പെടാം. മൂസാ നബി അലൈഹി സ്വലാമും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ആളുകളും അക്കരയെത്തി. അവർ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഫിറഔനും കൂട്ടരും ഒക്കെ ആയിക്കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാവരും വരിക. മൂസാ നബി അലൈഹി സ്വലാം ഭയപ്പെട്ടു പോയി. അപ്പോഴും അള്ളാഹു സമാധാനിപ്പിച്ചു. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ആ സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിനെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തി. മറ്റുള്ള വിഭാഗത്തെ അള്ളാഹു മുക്കിക്കളഞ്ഞു. ഇന്ന ഫീ ദാലിക ലആയ, തീർച്ചയായും അതിലൊരു ദൃഷ്ടാന്തമുണ്ട്. ആ ഒരു അവസാന സമയത്ത് ഫിറഔൻ പറയുന്നുണ്ട്, മൂസാ നിന്റെ റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്,
ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അതൊരു വെറും വാക്ക് മാത്രമായിരുന്നു. ആ ഫിർഔൻ മുങ്ങി മരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുന്ന ഒരു വാചകമുണ്ട്, ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. തീർച്ചയായും നിന്റെ പിറകെ വരുന്നവർക്ക് നീ ഒരു ദൃഷ്ടാന്തമാകുന്നതിന് വേണ്ടി ഇന്ന് നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തുന്നതാണ്. വ ഇന്ന കസീറൻ മിനൻ നാസ് അൻ ആയാതിനാ ലഗാഫിലൂൻ. തീർച്ചയായും മനുഷ്യരിൽ ധാരാളം പേർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പറ്റി അശ്രദ്ധരാകുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച ഫിർഔനെയും കൂട്ടരെയും അല്ലാഹു വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു. ആ ഒരു സംഭവം നടന്നത് ഈ ഒരു ദിവസത്തിലായിരുന്നു, മുഹറം 10. അതാണ് പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുഹറം 10 വിജയത്തിൻ്റെതായും അതോടൊപ്പം അതിനുള്ള നന്ദി പ്രകടനമായി നോമ്പെടുക്കാനും ഇസ്ലാം പഠിപ്പിച്ചത് ഈ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടു. മുഹറം 10 ഒരു ചരിത്രം മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മറ്റൊരു ചരിത്രം കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് കർബലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ആ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനു മുമ്പുള്ള ചില ഭാഗങ്ങൾ കൂടി നമ്മൾ അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 4 ഖലീഫമാർ ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവരുടെ കാലത്തിന് ശേഷം പിന്നെ കുറച്ചു കാലം ഹസൻ റളിയല്ലാഹു അൻഹു ഭരണാധികാരം ഏറ്റെടുത്തുവെങ്കിലും പിന്നീട് മുആവിയ റളിയല്ലാഹു അൻഹുവാണ് ഭരണാധികാരിയാകുന്നത്. നീണ്ട 20 വർഷക്കാലം മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു. നല്ല സുന്ദരമായ ഭരണം കാഴ്ചവെച്ചു. പക്ഷേ അദ്ദേഹം തന്റെ അവസാന നിമിഷങ്ങളിൽ തന്റെ പിൻഗാമിയായിക്കൊണ്ട് തന്റെ മകനായ യസീദ് ബിൻ മുആവിയയെ തന്റെ പിൻഗാമിയായിക്കൊണ്ട് നിശ്ചയിച്ചു. അത് സ്വഹാബത്തിന് പരിചയമില്ലാത്തതായിരുന്നു, ഒരു വാപ്പ മകനെ തന്നെ ഭരണാധികാരിയാക്കുക എന്നത്. അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ അതിന് എതിർപ്പുമായി കടന്നു വന്നു. അതിൽ മുൻപന്തിയിലായിരുന്നു മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹുസൈൻ റളിയല്ലാഹു അൻഹു അത് അംഗീകരിച്ചില്ല. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, യസീദ് ബിൻ മുആവിയ ഭരണാധികാരം ഏറ്റെടുത്തു ബാഗ്ദാദിൽ വെച്ചുകൊണ്ട്, ദമസ്കസിൽ വെച്ചുകൊണ്ട്. പക്ഷെ അതിന് അംഗീകരിക്കാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു റെഡിയല്ലായിരുന്നു. അദ്ദേഹത്തോട് ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഞാൻ അവിടെ നിന്നാൽ വീണ്ടും ആ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അവർ പറയുന്നത് കേൾക്കേണ്ടി വരും. മദീനയിൽ നിന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് പോയി. മക്കയിൽ സ്വസ്ഥമായി ജീവിക്കാമെന്ന് തീരുമാനിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ഒരു അധികാരത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് പല ആളുകളും മനസ്സിലാക്കിയ കൂട്ടത്തിൽ അന്നത്തെ ഇറാഖിലെ കൂഫക്കാരും ഇത് മനസ്സിലാക്കി. കൂഫയിൽ നിന്ന് നിരന്തരമായ കത്തുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ടിരുന്നു. ദിവസവും 100 കണക്കിന് 1000 കണക്കിന് കത്തുകളായിരുന്നു വന്നത്. ഹുസൈൻ, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരും, നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കാം, നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താം. ഈ വാക്കുകളായിരുന്നു കൂഫക്കാരുടേത്. ഈ വാക്ക് സത്യമാണോ എന്നറിയാൻ വേണ്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ സഹോദര പുത്രനായ മുസ്ലിം ഇബ്നു അഖീലിനെ റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. മുസ്ലിം കൂഫയിലെത്തി. മുസ്ലിമിനെ സ്വീകരിക്കാൻ 12,000-ഓളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തു. മുസ്ലിം മനസ്സിലാക്കി, ഇവിടെ എല്ലാവരും സൗകര്യത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കത്തയച്ചു, നിങ്ങൾ പുറപ്പെട്ടോളൂ. എന്നാൽ അതുവരെ കാര്യങ്ങളെല്ലാം ഒരുപോലെയായിരുന്നു. പക്ഷേ അന്ന് കൂഫയിലെ ഭരണാധികാരിയായി ഗവർണറായിട്ടുണ്ടായിരുന്നത് ഒരു സ്വഹാബിയാണ്, നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പ്രവാചക കുടുംബത്തോട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തിരുന്നു. എന്നാൽ ഇത് അന്നത്തെ ഖലീഫയായ യസീദ് ബിൻ മുആവിയ മനസ്സിലാക്കി. യസീദ് തന്റെ ഒരു ഉത്തരവാദിത്തം വേറെ ഒരാളെ ഏൽപ്പിക്കുകയാണ്. കൂഫയിലെ ഗവർണർ സ്ഥാനം ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന് പറയുന്ന കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ ഏൽപ്പിക്കുന്നു. ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് കൂഫയിലേക്ക് വന്നു. ആളുകൾ വിചാരിച്ചു ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ളത് എന്ന്. അവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. പക്ഷെ അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്, ഈ വന്നിട്ടുള്ളത് തങ്ങളുടെ ഭരണാധികാരിയായിട്ട് ഗവർണറായി നിശ്ചയിച്ച ഉബൈദുല്ലാഹി ഇബ്നു സിയാദാണ്, ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ല എന്ന്. അയാൾ ആളുകളെ സംഘടിപ്പിക്കാൻ തുടങ്ങി. ആളുകൾക്കിടയിൽ ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി, ആരൊക്കെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ തന്നെ ഈ ഭരണാധികാരത്തെ എതിർക്കുന്നവരും ആരൊക്കെയുണ്ടെന്ന് അന്വേഷിച്ചു.
ഇത് മനസ്സിലാക്കിയ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹുവും ഏതാനും ആളുകളും കൂടി ഈ ഉബൈദുല്ലാ ഇബ്നു സിയാദിന്റെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ കൂഫക്കാരുടെ ചതി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, കേരളം വിട്ടുകഴിഞ്ഞാൽ മുഹറം ആഘോഷങ്ങൾ എന്ന പേരിൽ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് തന്റെ ശരീരത്തിൽ ഒരുപാട് മർദ്ദനങ്ങൾ ഏൽപ്പിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാകും. ഷിയാക്കൾ എന്ന പേരിലുള്ള ആളുകൾ ഈ ഇന്ത്യയിലും പല രാജ്യങ്ങളിലും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഷിയാക്കൾ. ആ ഷിയാക്കളുടെ തുടക്കമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. കൂഫക്കാരായ ആളുകളുടെ ചതി, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി അവർ ചെയ്ത കാര്യങ്ങൾ. മുസ്ലിം ഇബ്നു അഖീലിന്റെ കൂടെ അവർ നിന്നു. 4000-ഓളം വരുന്ന ആളുകൾ മുസ്ലിം ഇബ്നു അഖീലിന്റെ കൂടെ ഉബൈദുല്ലാ ഇബ്നു സിയാദിന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് ഉബൈദുല്ലാ എന്ന് പറയുന്ന ഇബ്നു സിയാദ് അയാൾ ഒരു കുതന്ത്രം പ്രയോഗിച്ചു. കൂഫക്കാരായ ആളുകളെ വ്യത്യസ്ത ഗോത്രക്കാരാ ഓരോ ടീമിനെയും വിളിച്ചു. ഓരോരുത്തരെയും ഒറ്റക്കൊറ്റക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നമ്മളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നാലിന്റെ സൗകര്യങ്ങൾ നൽകും. എതിർത്ത് നിൽക്കാനാണ് ഉദ്ദേശം, എന്നാൽ വലിയ ഒരു സൈന്യവുമായി കൊണ്ട് ആളുകൾ വരുന്നുണ്ട്, നിങ്ങളെ മുഴുവൻ ഇല്ലാതാക്കും. ആ പ്രലോഭനങ്ങളിലും ആ ഓഫറുകളിലും ആ പേടിപ്പെടുത്തലുകളിലും കൂഫക്കാർ വീണു. 4000-ഓളം വരുന്ന ആളുകൾ മുസ്ലിം ഇബ്നു അഖീലിന്റെ കൂടെ ഉബൈദുല്ലാ ഇബ്നു സിയാദിനെതിരെ പുറപ്പെട്ട ആളുകൾ ഒരു അസർ നമസ്കാരമായപ്പോഴേക്ക് 80 ആളുകളായിട്ട് ചുരുങ്ങി. മഗ്രിബിന്റെ സമയത്ത് നമസ്കരിക്കാൻ വേണ്ടി മുസ്ലിം ഇബ്നു അഖീൽ പള്ളിയിലേക്ക് കയറുമ്പോൾ 12 ആളുകളാണ് കൂടെ ഉണ്ടായിരുന്നത്. നമസ്കാരം കഴിഞ്ഞ് മുസ്ലിം ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി പുറത്തേക്ക് ഇറങ്ങിയപ്പോ അദ്ദേഹം ഒറ്റക്കായിരുന്നു. എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തെ വലിച്ച് ശത്രുക്കളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു കൂഫക്കാർ. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പിന്നീട് അവിടെ നിന്നും മുസ്ലിം ഇബ്നു അഖീൽ രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അദ്ദേഹം കയറിയ വീട് വരെ കത്തിച്ചു കളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു. ഇബ്നു സിയാദ് എന്ന് പറയുന്ന ആ കുപ്രസിദ്ധനായ ഭരണാധികാരി ചെയ്തത് മുസ്ലിം ഇബ്നു അഖീലിന് അതുവരെ കിട്ടാത്ത വലിയ ഒരു ശിക്ഷ കൊടുക്കാനായിരുന്നു. വലിയ ഗോപുരത്തിന്റെ മുകളിൽ കയറി അദ്ദേഹത്തിന്റെ ശരീരത്തെ കൂഫയിലെ അങ്ങാടിയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ വലിച്ചെറിയുന്ന സമയത്ത് അതിന് മുന്നോടിയായി കൊണ്ട് മുസ്ലിം പറയുന്നുണ്ട് തന്നെ കൊണ്ടുപോകുന്ന സൈന്യാധിപനോട്, ഞാൻ നിങ്ങൾക്ക് ഒരു കത്ത് തരാം, അത് നിങ്ങൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കണം. ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോട് പറയണം വരണ്ട, തിരിച്ചവിടെ തന്നെ നിന്നോ, ഈ കൂഫക്കാരെ വിശ്വസിക്കാൻ പറ്റൂല. മുസ്ലിം ഇബ്നു അഖീലിനെ കൂഫയിലെ അങ്ങാടിയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തുന്നത് അറഫ ദിനത്തിന്റെ അന്നായിരുന്നു. ദുൽഹിജ്ജ 9-നായിരുന്നു. എന്നാൽ ദുൽഹിജ്ജ 8-ന് ആ സമയത്ത് മക്കയിൽ നിന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടിട്ടുമുണ്ട്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. മുസ്ലിം റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പ് നടത്തുന്ന ഒരു പ്രാർത്ഥന ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ആർക്കെതിരാണ് പ്രാർത്ഥിക്കുന്നതെന്നോ, അദ്ദേഹത്തെ കൊല ചെയ്യാനായി കൂട്ടുനിന്ന വീട്ടുകാർക്ക് വേണ്ടിയല്ല, വീട്ടുകാർക്കെതിരല്ല, തന്നെ കൊല ചെയ്യാനായി നിൽക്കുന്ന സൈന്യാധിപനെതിരെയോ ആ നാട്ടിലെ ഭരണാധികാരിയായിട്ടുള്ള ഇബ്നു സിയാദിനെതിരെയോ അല്ല, മറിച്ച് തങ്ങളെ വിളിച്ചു വരുത്തി കൊലക്കുകെടുത്ത കൂഫക്കാർക്കെതിരെയായി ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. എന്നാൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കത്തുനിന്ന് പുറപ്പെട്ടു. ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറപ്പെടുന്ന സമയത്ത് പ്രഗൽഭരായ പല സ്വഹാബിമാരും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. എത്രത്തോളം എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ 3 ദിവസം യാത്ര ചെയ്തു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി. എന്നിട്ട് കണ്ടിട്ട് പറഞ്ഞു, ഹുസൈൻ നിങ്ങൾ തിരിച്ചു പോരണം, നിങ്ങൾ അങ്ങോട്ട് പോകല്ലേ. പല സ്വഹാബത്തും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിങ്ങളുടെ വാപ്പയെ ചതിയിൽ കൊലപ്പെടുത്തിയവരാണവർ, നിങ്ങളെ വാപ്പയെ വിളിച്ചു വരുത്തി അപമാനിച്ചവരാണവർ, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകരുത്. ആ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ഖദർ, ഞാൻ അവിടെ വെച്ചുകൊണ്ട് മരിക്കണമെന്നാണെങ്കിൽ ഞാൻ അങ്ങോട്ട് എത്തിയേ പറ്റൂ. അതല്ല ഞാൻ അവിടെ വെച്ച് മരിക്കൂല എന്നാണെങ്കിൽ ഞാൻ അവിടെ പോയാൽ എന്താ പ്രശ്നം? ആരുടെ വാക്കുകളും ചെവി കൊടുക്കാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു റെഡിയായില്ല. അല്ലാഹുവിന്റെ ഖദറാണ്. അദ്ദേഹം പുറപ്പെട്ടു. വഴിയിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അറിയുന്നത് കൂഫക്കാരി ചതിച്ചിട്ടുണ്ട് എന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു തിരിച്ചു പോരാൻ നിന്നു. ആ സമയത്ത് മുസ്ലിം ഇബ്നു അഖീലിന്റെ മക്കൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വാപ്പയുടെ രക്തത്തിന് പകരം ചോദിക്കണം. ഞങ്ങളുടെ വാപ്പാനെ കൊലപ്പെടുത്തിയ ആളുകൾക്കെതിരെ ഞങ്ങൾ എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചതാണ് മുസ്ലിം ഇബ്നു അഖീലിനെ എന്നതുകൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോയി. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, അങ്ങനെ ഒരു ഭാഗത്തെത്തിയവർ ആ ഒരു മണ്ണ് ഒരു ചുവന്ന മണ്ണായിരുന്നു.
ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാ സ്ഥലം? അവര് പറഞ്ഞു കർബല. കർബല. അദ്ദേഹം പറയുന്നത് കർബുൻ വബലാഉൻ, പ്രയാസവും ബുദ്ധിമുട്ടും പരീക്ഷണവുമാണ്. ഈ ഒരു മണ്ണിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാലങ്ങൾക്ക് മുന്നേ അറിവ് ലഭിച്ചിട്ടുണ്ട്, ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുമെന്നുള്ളത്. ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, മഴയുടെ മലക്ക് അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുത്തു. അങ്ങനെ മലക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുകയാണ്. അന്ന് പ്രവാചകനാകട്ടെ ഉമ്മു സലമ റളിയല്ലാഹുവിന്റെ വീട്ടിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മലക്കും കൂടി ഒരു റൂമിൽ സംസാരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമയോട് പറഞ്ഞു, ഉള്ളിലേക്ക് ആരെയും പറഞ്ഞയക്കരുത്. കാവലായിക്കൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവിടെ നിൽക്കുക. അപ്പോഴാണ് കുട്ടിയായിരിക്കുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വരുന്നത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കുട്ടിയെ തടുത്തുവെങ്കിലും കുട്ടിത്തമുള്ളത് കൊണ്ട് ഓടി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ തട്ടിമാറ്റിക്കൊണ്ട് നേരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ പോയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ ഇരുന്നു കൊണ്ട് ചാടി കളിക്കാൻ തുടങ്ങി. ആ സമയത്ത് മലക്ക് ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പ്രവാചകനോട് ചോദിക്കുകയാണ്, അതുഹിബ്ബു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ഈ കുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ സമയത്ത് മലക്ക് പറയാണ്, അമാ ഇന്ന ഉമ്മതക സതഖ്തുൽ, തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവർ തന്നെയാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തുക. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതെവിടെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. എന്നിട്ട് മലക്ക് ഒരു പിടി മണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ കൊടുത്തു. ഹദീസിൽ കാണാൻ പറ്റും, അതൊരു ചുവന്ന മണ്ണായിരുന്നു. കർബലയിലാണ് ആ മണ്ണ് ഞങ്ങൾ കണ്ടത് എന്ന് സഹാബത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിലെത്തി. കൂഫയിലെത്തുന്നത് മുഹറം 2-നോ 3-നാണ്. അവിടുന്ന് അങ്ങോട്ട് ദിവസങ്ങളോളം ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിൽ നിന്നിട്ടും വിളിച്ചു വരുത്തിയ കൂഫക്കാർ ഒരാൾ പോലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കാനായി വന്നില്ല. അദ്ദേഹത്തിന്റെ കൂടെ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു, ഭാര്യമാരും മക്കളുണ്ടായിരുന്നു. അവരെല്ലാവരും വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്ന സമയത്ത് പോലും അവർക്കൊരു സഹായവുമായി കൊണ്ട് ഒരൊറ്റ കൂഫക്കാരൻ പോലും വന്നില്ല. അവസാനം മുഹറം 8-ന്റെ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്ന ഉമർ ബിൻ സഅദ്, തങ്ങൾക്ക് എതിരായി യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ആളാണ്. ഉമർ ബിൻ സഅദിന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 3 ഓപ്ഷൻ വെക്കാം, അതിലേത് വേണമെങ്കിലും ഞാൻ എടുക്കാൻ, ആ തീരുമാനമെടുക്കാൻ ഞാൻ റെഡിയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒന്നുകിൽ എന്നെ നിങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോകാൻ അനുവാദം നൽകണം, ഞാൻ മദീന തന്നെ പോയിട്ട് അവിടെ നിന്നോളാം. അതല്ലെങ്കിൽ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു അതിർത്തി പ്രദേശത്തേക്ക് ഞാൻ പോയി കുടുംബത്തോടൊപ്പം അവിടെ ജീവിച്ചു കൊള്ളാം. മൂന്നാമത്തത്, ഞാൻ നേരിട്ട് ഡമസ്കസിലേക്ക് പോയി യസീദിനോട് സംസാരിക്കാം. അവിടുത്തെ സൈന്യാധിപനായിരുന്ന ഉമർ ബിൻ സഅദിനോട് ഈ കാര്യം പറഞ്ഞു. ഉമർ പ്രവാചക കുടുംബത്തോട് അങ്ങേയറ്റം ഇഷ്ടമുള്ള ആളായതുകൊണ്ട് തന്നെ ഉമർ പറഞ്ഞു, കുഴപ്പമില്ല, ഇത് പ്രശ്നമില്ല, നിങ്ങൾ എങ്ങനെ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. പക്ഷേ ഉമർ ആ വാക്ക് പറയുന്ന സമയത്തും അവിടുത്തെ ഗവർണറായിരുന്ന ഉബൈദുല്ലാഹി ബിൻ സിയാദ് എന്ന് പറയുന്ന ക്രൂര മനസ്സിന്റെ ഉടമ അയാൾ സമ്മതിച്ചില്ല. അയാൾ പറഞ്ഞു, ഹുസൈൻ, സമ്മതിക്കൂല, നിങ്ങൾ എന്റെ മുന്നിൽ വരണം, എന്റെ മുന്നിൽ വന്ന് എന്റെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾ യസീദിന് വേണ്ടി ബൈഅത്ത് നടത്തണം, അതല്ലാതെ നിങ്ങൾ വിടൂല. ഈ ഒരു വാക്ക് കേട്ടപ്പോ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അലാ വ ഇന്ന ദഅയ്യ ബിന ദഅയ്യ ഖദ് റകസ സനതൈൻ, നിന്യനായ ഈ ഭരണാധികാരി എനിക്ക് മുന്നിൽ 2 വഴികളാണ് വെച്ചിട്ടുള്ളത്, ബൈന സില്ല വദ്ദില്ല, ഒന്നുകിൽ യുദ്ധമാണ് അല്ലെങ്കിൽ നിന്യതയാണ്. വഹൈഹാത മിന്നദ്ദില്ല, ആ ഒരു നിന്യത അത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവന്റെ മുന്നിൽ പോയിക്കൊണ്ട് അവന്റെ കൈപിടിക്കുക എന്നുള്ളത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതിലും നല്ലത് മരണമാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രഖ്യാപനം നടത്തി. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ഹിജ്റ 61 മുഹറം 10 വെള്ളിയാഴ്ച രാവിലെ യുദ്ധം നടക്കണം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ 70-ഓ 72-ഓ ആളുകൾ മാത്രം, സ്ത്രീകളടക്കം. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന ശത്രുക്കളായ ആളുകൾക്കിടയിലോ ആയിരക്കണക്കിന് ആളുകളായിരുന്നു. 4000-ഓ 5000-ഓ ആളുകൾ ഉണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ എന്താ നടക്കുക? പ്രത്യേകിച്ചൊന്നുമില്ല, ഓരോരുത്തരെയായിട്ട് കൊലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളെ കൊലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു.
എന്നാൽ അപ്പോഴും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് വരാൻ പലർക്കും മടിയായിരുന്നു. ആ സമയത്താണ് ശിമിർ ബിൻ ദിൽജൂഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും സിനാൻ ബിൻ അനസ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയും കൂടി പിന്നിലൂടെ വന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ കുത്തുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു വീണുപോയി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തലയറുത്തു അവർ. ആ ഒരു തലയെടുത്ത് ഒരു തളികയിൽ വെച്ച് ഇബ്നു സിയാദ് എന്ന് പറയുന്ന കുപ്രസിദ്ധനായ ആ ഭരണാധികാരിയുടെ മുന്നിൽ കൊണ്ടുപോയി കൊടുത്തു. ഇബ്നു സിയാദിന്റെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. ആ വടി കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തിരു ശരീരത്തിലെ ആ ഏറ്റവും ഉന്നതമാക്കപ്പെട്ട തലയുടെ മുകളിലേക്ക് ഇങ്ങനെ അയാൾ അടിക്കാൻ തുടങ്ങി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വായിലെ തന്റെ കയ്യിലുള്ള വടി കൊണ്ട് കുത്താൻ തുടങ്ങി. ചില സ്വഹാബത്ത് സദസ്സിലുണ്ടായിരുന്നു. അവർ വിളിച്ചു പറഞ്ഞു, അല്ലാഹുവിന്റെ ശത്രു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരക്കുട്ടിയാണോ നീ കാണിക്കുന്നത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തം കൊടുത്ത മുഖമാണത്, എടുക്ക് നിന്റെ കയ്യിൽ. വളരെ വൈകാരികമായി ചില സ്വഹാബത്തെങ്കിലും അവിടെ പ്രതികരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു ചരിത്രമൊന്നും അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊന്നും തന്നെ യസീദ് ബിൻ മുആവിയ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. യസീദ് ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇനി അറിഞ്ഞാലും ഇല്ലെങ്കിലും മുഹറം 10 എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിന്റെ ഒരു കറുത്ത അധ്യായമായി കണ്ടാണ് രേഖപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രങ്ങൾ ഒന്ന് മൂസാ നബി അലൈഹിസ്സലാമും ഫിർഔനും തമ്മിലുള്ള വിജയത്തിന്റെ ചരിത്രമാണെങ്കിൽ മറ്റൊന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്തിന്റെ അദ്ദേഹം കൊല ചെയ്യപ്പെടാനുള്ള ഒരു ദുഃഖത്തിന്റെ ചരിത്രമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നോമ്പെടുക്കുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല നോമ്പെടുക്കുന്നത്, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൂസാ നബി അലൈഹിസ്സലാമിന്റെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ സമയത്ത് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ചില പരീക്ഷണങ്ങൾ അത് പലർക്കും സംഭവിക്കും, പല രൂപത്തിലായിരിക്കുമെന്ന് മാത്രം. അവിടെ ഒരു വിശ്വാസി ക്ഷമയോടെ സഹനത്തോടു കൂടി ജീവിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ 2 സംഭവങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. ഈ 2 സംഭവത്തിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചില ഗുണപാഠങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വിശ്വാസി എപ്പോഴും അടിയുറച്ച തവക്കുലുള്ള ആളായിരിക്കും. എല്ലാം അള്ളാനെ ഏൽപ്പിക്കണം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഇന്നാല മുദ്റകൂൻ, നമ്മൾ പെട്ടുപോയി. ആ സമയത്ത് മൂസാ നബി പറഞ്ഞൊരു വാചകമുണ്ട്, കല്ലാ ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ആ ഒരു രംഗം നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ്, മുന്നിൽ ഇങ്ങനെ ആർത്തിരമ്പുന്ന കടലുണ്ട്, പിന്നിലാകട്ടെ ആർത്തലച്ചു വരുന്ന ഫിറഔനും കൂട്ടരുണ്ട്. എന്തായാലും പെട്ടുപോകും. ഒന്നുകിൽ വെള്ളം കുടിച്ചുള്ള മരണം, അല്ലെങ്കിൽ ശത്രുവിന്റെ മർദ്ദനമേറ്റുകൊണ്ടുള്ള മരണം. അവിടെ വിശ്വാസി ഉറപ്പിച്ചൊരു കാര്യമുണ്ട്, അല്ലാഹ് എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യും, അല്ലാഹനെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ കർബലയിൽ ദാഹജലം പോലും ഇല്ലാതെ അങ്ങേറ്റം പ്രയാസപ്പെടുന്ന സമയത്തും അല്ലാഹനെ സ്മരിക്കുന്നതായിരുന്നു. ചരിത്രത്തിൽ കാണാൻ പറ്റും. ഈ വെള്ളിയാഴ്ച ദിവസം മുഹറം 10 വെള്ളിയാഴ്ച രാവിലെ സുബ്ഹ് നമസ്കാരത്തിന് നിൽക്കുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവാണ് ഇമാമ് നിൽക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ളവരും ശത്രുക്കളായവരും എല്ലാവരും ഒരുമിച്ചാണ് നിസ്കരിക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു അത്രയും ദീനീബോധമുള്ള ആളായിരുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണത് നമുക്ക് അറിയിച്ചു നൽകുന്നത്. രണ്ടാമത്തെ വിഷയം, ഒരു വിശ്വാസി ഒരിക്കലും അനീതിക്ക് കൂട്ടുനിൽക്കുന്നവനാവില്ല. അനീതിക്കെതിരെ തലകുനിക്കാത്ത ആർജവമാണ് വിശ്വാസിക്കുണ്ടാവേണ്ടത്. മൂസാ നബി അലൈഹിസ്സലാം ആ പ്രഖ്യാപനം ഫിർഔനിന്റെ കൊട്ടാരത്തിൽ പോയിട്ടാ പറയുന്നത്. കാരണം ഫിർഔൻ അന റബ്ബുകുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ രക്ഷിതാവെന്ന് പറഞ്ഞപ്പോൾ, അല്ല, നീ അള്ളാന്റെ ഒരു അടിമ മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കാൻ മൂസാ നബി അലൈഹിസ്സലാം സന്നദ്ധനായി. അതുപോലെ തന്നെ യസീദിന്റെ ആ ഒരു ഭരണാധികാരം അത് ഞാൻ അംഗീകരിക്കില്ല എന്ന് വ്യക്തമായി പ്രഖ്യാപിക്കാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു റെഡിയായി. മൂന്നാമത്തെ ഒരു വിഷയം, ഈ ഒരു ചരിത്രത്തിൽ, ഈ 2 ചരിത്രങ്ങളിലുള്ള ഗുണപാഠങ്ങളിൽപ്പെട്ടതാണ്, എണ്ണത്തിലല്ല ആദർശത്തിലാണ് കാര്യം.
ഫിർഔനിന്റെ സൈന്യം ലക്ഷക്കണക്കിനുണ്ടായിരുന്നു. ഇബ്നു സിയാദിന്റെ സൈന്യം ആയിരക്കണക്കിനുണ്ടായിരുന്നു. പക്ഷേ എണ്ണം വളരെ തുച്ഛമായിരുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആളുകൾ വിജയിച്ചുവെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആളുകൾക്ക് അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലമാണ് കൊടുത്തത്. ഒരു പക്ഷേ ദുനിയാവിൽ അവർക്ക് പരാജയം ഉണ്ടാകും. ദുനിയാവിൽ ഒരു പക്ഷേ ഒറ്റ നോട്ടത്തിൽ പരാജയമായിട്ട് തോന്നാം. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ഷഹീദിന്റെ പ്രതിഫലമാണ് അവർക്ക് കിട്ടിയത്. നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണം എന്നുള്ളത് അതവന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. എത്ര വലിയ നേതാവാണെങ്കിലും, എത്ര വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണെങ്കിലും, ഏത് പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചോളൂ, പരീക്ഷണങ്ങളുണ്ടാവും. സഹാബത്തിന്റെ ചരിത്രം പരിശോധിച്ചോ, പരീക്ഷണങ്ങളാണ്. മുൻഗാമികളുടെ ചരിത്രങ്ങൾ പരീക്ഷണങ്ങളാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുണ്ട് ഉണ്ട് അതൊരു പക്ഷേ നമ്മുടെ കച്ചവടത്തിലായിരിക്കാം, നമ്മുടെ മക്കളിലായിരിക്കാം, നമ്മുടെ കുടുംബത്തിലായിരിക്കാം. നമ്മൾ ആഗ്രഹിച്ചത് പലതും നടക്കാതെയായിരിക്കാം, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചുകൊണ്ടായിരിക്കാം. പരീക്ഷണങ്ങളാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തായാലും ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് പരീക്ഷണം തന്നെയാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമായി ജീവിക്കുക എന്നുള്ളതൊക്കെ ഒരു പ്രയാസകരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. മുസ്ലിമിന്റെ ഐഡന്റിറ്റി ഓരോന്നില്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അവിടെയൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം, ഒരു വിശ്വാസി പരീക്ഷണങ്ങൾ നിർബന്ധമായും അവന്റെ ജീവിതത്തിലുണ്ട്. ആ ഒരു പരീക്ഷണങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ട് അള്ളാഹുവിന്റെ അടുക്കലുള്ള, അള്ളാഹിന്റെ അടുക്കൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, അള്ളാഹിനോട് മാത്രം സഹായം ചോദിച്ച്, അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിട്ട് ഒരു വിശ്വാസി മാറണം. അപ്പോഴാണ് അവന് വിജയം നേടാൻ കഴിയുക. ആ ഒരർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും എല്ലാ സമയത്തും അള്ളാഹുവിനെ ഭയപ്പെട്ട് അവനിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി ഖാദൽ ഹജാത്ത് اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم